പാത്ത് ഡെവലപ്മെൻറ്റ് 3 ടെസ്റ്റിംഗ് ആൻഡ് ഡിറ്റക്ഷൻ കൺട്രോൾ. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് പ്രൊഡക്റ്റ് എല്ലാതും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓടിച്ച് നോക്കാനൊന്നും പറ്റില്ല. അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു സോഴ്സും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അഡീഷൻ ടു ഡിറ്റക്ഷൻ കൺട്രോൾ വെരിഫൈ ദ ഡിസൈൻ മീറ്റ്സ് റിക്വയർമെൻറ്റ്സ്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ പ്രൊഡക്റ്റ് ആ ഡിസൈൻ ഫുള്ളായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു മെഷേഴ്സും കൂടി നമ്മൾ എടുക്കണം. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഡിറ്റക്ഷൻ കൺട്രോൾ ത്രൂ ഡിറ്റക്ഷൻ റാങ്കിങ്. അപ്പോൾ അതിൽ നോക്കുന്നത് ഡിറ്റക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റണം, റാങ്ക് ചെയ്യാൻ പറ്റണം, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം, ആക്ഷൻ എടുക്കാൻ പറ്റണം, പിന്നെ റിവ്യൂ ആൻഡ് അപ്ഡേറ്റ്, ഡിസൈനിൽ റിവ്യൂ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. പിന്നെ വരുന്നതാണ് ആക്ഷൻ പ്രിയോറിറ്റി ആൻഡ് അസൈൻമെൻറ്റ്. ഈ ആക്ഷൻ പ്രിയോറിറ്റി എന്ന് പറയുന്നത് ദ ആക്ഷൻസ് ആർ പ്രീവിയസ്ലി ഡിറ്റർമിൻഡ് പാത്ത് 1, 2, 3 ആ 3 പാത്താണുള്ളത്. അത് ഇനി റിസ്ക് പ്രിയോറിറ്റി നമ്പർ RSN എന്ന് RPN റിസ്ക് പ്രിയോറിറ്റി നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. റിസ്ക് പ്രിയോറിറ്റി നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിവിയറിറ്റി ഒക്കറൻസ് ഡിറ്റക്ഷൻ ഈ 3 എണ്ണം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റിസ്ക് പ്രിയോറിറ്റി നമ്പർ. അത് ഓരോന്നിനും ഇത്ര റിസ്ക്കും കാര്യങ്ങളൊക്കെ പറയും. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ റിസ്ക് പ്രിയോറിറ്റി നമ്പർ കിട്ടും. ഇനി അതിൽ ചെയ്യുന്നത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, അതിൻ്റെ ബ്രീഫ് എക്സ്പ്ലനേഷൻ മാത്രമേ വേണ്ടൂ. തിയറിറ്റിക്കലോ പ്രോബ്ലമാറ്റിക് ആയിട്ടൊന്നും ചെയ്യാനില്ല കേട്ടോ. റിവ്യൂ റെക്കമെൻഡഡ് ആക്ഷൻസ് ആൻഡ് അസൈൻ RPN അഡീഷണൽ ഫോളോ അപ്പ്. പിന്നെ എന്ത് ചെയ്യുക, ആക്ഷൻസ് എടുക്കുക, അപ്രോപ്രിയേറ്റ് പേഴ്സണലി സ്റ്റാഫിനെ വെച്ചിട്ട് അതിൻ്റെ ആക്ഷൻ എടുക്കുക, ആക്ഷൻ ഡ്യൂ ഡേറ്റ്, അതിനൊരു സമയം കൊടുക്കുക, ആ സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് തന്നെ. പിന്നെ വരുന്ന ആക്ഷൻ ടേക്കൺ ഡിസൈൻ റിവ്യൂ. ഇനി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡിസൈൻ നമ്മൾ ചിലപ്പോൾ റിവ്യൂ ചെയ്യേണ്ടി വരും, ചില ഭാഗങ്ങളൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. അതാണ് ആക്ഷൻ ടേക്കൺ ഓർ ഡിസൈൻ റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഡിസൈൻ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നുകൂടി റീറാങ്ക് ചെയ്യും. അതിൻ്റെ സിവിയറിറ്റി, അതിൻ്റെ ഒക്കറൻസ്, ഡിറ്റക്ഷൻ അതൊക്കെ ഒന്നും കൂടി റീറാങ്ക് ചെയ്യും. റിസ്ക് കുറച്ചും കൂടി കുറയ്ക്കാനാണ്. ആദ്യത്തെ ഭാഗത്തെ റിസ്ക് കുറച്ചും കൂടി കുറച്ചിട്ട് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ റിസ്ക് പ്രിയോറിറ്റി നമ്പർ ഒന്നും കൂടി വ്യത്യാസം വരും, റിസ്ക് ഒന്നും കൂടി കുറയും. അപ്പോൾ ഈ സിവിയറിറ്റി ഒക്കറൻസ് ഡിറ്റക്ഷൻ വെച്ചിട്ടാണ് എത്രമാത്രം റിസ്ക് വരും എന്നുള്ളത് നോക്കുക, അതൊന്നും കൂടി കുറയും ഈ ഭാഗത്ത് വരുമ്പോൾ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇപ്പം MEA പറയുന്നത്. പിന്നെ ഡോക്യുമെൻ്റ് അനാലിസിസ് ഒക്കെ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.